ഹായ് ഫ്രണ്ട്സ്, എക്സ്പ്ലോർ ദ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വെണ്ണിക്കുളം കോഴഞ്ചേർ റോഡിൽ റീത്തുപള്ളിക്ക് സമീപമുള്ള ഒരു തട്ടുകടയിലാണ് വന്നിരിക്കുന്നത്. ഞാൻ വണ്ടിയെ പോയപ്പം വഴി സൈഡിൽ ഒരു തട്ടുകട കണ്ടു. ഞാൻ നിർത്തി കഴിഞ്ഞപ്പോൾ ആ തട്ടുകടക്കാരന് ഇങ്ങനെ നല്ല ചൂട് ബോണ്ട ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാവ് ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല പക്ക റൗണ്ട് ഷേപ്പിലാണ് ഇത് വരുന്നത്. നമ്മളൊക്കെ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ ഇത്രയും ആ ഒരു റൗണ്ട് കിട്ടത്തില്ല. അത് അവർ സ്ഥിരം ചെയ്യുന്നതുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. ബോണ്ട പിന്നെ നമ്മുടെ കേരളീയർക്ക് വളരെ ഒരു ഫേവറേറ്റ് സ്നാക്സ് ആണ്. നമ്മളിവിടെ ഏത് തട്ടുകടയിൽ പോയാലും ബോണ്ടയും പരിപ്പടയും ഇല്ലാത്ത ഒരു തട്ടുകട നമുക്ക് കാണാൻ സാധിക്കുകയില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുകയില്ല. അപ്പോൾ ഈ ഒരു ബോണ്ട ഉണ്ടാക്കാൻ ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് മൈദ, അതുപോലെ തന്നെ എള്ള്, പഞ്ചസാര, പിന്നെ ചിലർ കപ്പലണ്ടിയൊക്കെ ഇടും. അങ്ങനെ ഒരു 3, 4, 5 ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ ഇത് സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ അത് നമ്മൾ കുഴയ്ക്കുന്നതിനകത്താണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റും അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സും ഉണ്ടാകുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പാത്രത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 10-35 ബോണ്ടയോളം ഒരേ സമയം നമുക്ക് ഇടാൻ പറ്റും. നിങ്ങളെങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാനൊക്കെ ആ ഒരു തട്ടുകടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓരോന്ന് ഉണ്ടാക്കുന്നത് കണ്ടുകൊണ്ടിരിക്കും. ഞാനത് വളരെയധികം ആസ്വദിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. ഇപ്പോൾ ഒരു പൊറോട്ട അടിക്കുന്ന ഒരു ചേട്ടൻ അതിങ്ങനെ അടിച്ച് കാണുമ്പോൾ അതൊരു സ്പെഷ്യൽ സ്കില്ല് തന്നെയാണ്. പലരും പല രീതിയിലാണ് ഓരോന്നും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ളൊരു കഴിവുകളാണ് ഈ ഒരു ഫീൽഡിലുള്ളത്. കാണാൻ പറ്റും മുട്ട ബജി, ഏത്തക്ക ബജി, ഉഴുന്നുവട, പരിപ്പ് വട, ബോണ്ട, ഉള്ളിവട, ഇങ്ങനെ പലതരം വെറൈറ്റികൾ ഉണ്ട്. ഇപ്പോൾ ഏകദേശം ഈ ബോണ്ട ഒന്ന് മൂത്ത് റെഡി ആയിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഒന്ന് ഇളക്കി നോക്കിയാണ് ഇത് അകമൊക്കെ വെന്തോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഒരു 10-20-25 മിനിറ്റോളം ഇത് വേണം ഇത്രയും ബോണ്ടകളൊന്ന് മൂത്ത് വരാൻ വേണ്ടി. നമ്മളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഒരു ചായയോ ഒരു പരിപ്പുടയൊക്കെ കഴിക്കാതെ നമുക്ക് പോകാൻ പറ്റുന്നത്? നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ക്ഷീണിച്ച് വരുമ്പോഴാണ് ഇവരുടെ നല്ല ബോണ്ടയുടെ മണവും പരിപ്പുടയുടെ മണവും ഒക്കെ നമ്മുടെ മൂക്കിലേക്ക് അടിച്ചു കയറുന്നത്. പിന്നെ എന്താണെങ്കിലും നമ്മളവിടെ വണ്ടി ചവിട്ടി നിർത്തും. പിന്നെ നമ്മളത് കുടിച്ച് സാവധാനം ഒന്ന് ഫ്രഷപ്പൊക്കെ ആയിട്ടാണ് നമ്മളവിടെ നിന്ന് പോകുന്നത്. വീട്ടിലേക്ക് ഒരു ബോണ്ടയും പരിപ്പുവടയും ഉഴുന്നുവടയൊക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പം ബോണ്ട റെഡി ആയിട്ടുണ്ട്. അടുത്തത് ഏത്തക്കാപ്പിടുവാണ്. ആ സമയം കൊണ്ട് ഞാൻ എനിക്ക് വേണ്ടിയ ഐറ്റംസൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വീട്ടിലോട്ട് കൊണ്ടുപോയി. പോകുന്ന വഴിയിൽ യാദൃശ്യമായിട്ടൊക്കെ കാണുന്ന വീഡിയോസൊക്കെയാണ് ഞാൻ ഈ യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.